വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി വന്നല്ല, നിന്റെ ഭാര്യയെ വിളിക്കാൻ വേണ്ടി വന്നല്ലേ? ഞാനതങ്ങ് മറന്നുപോയി. അതൊക്കെ മറന്നുപോയി. നമ്മളൊരു പെണ്ണിനെ വിളിക്കാൻ വരുമ്പോൾ ഇങ്ങനെ പമ്മി പമ്മി വന്നുകൂടാ. പിന്നെ നമ്മളിങ്ങനെ നെഞ്ചും വിരിച്ചു വരണം. ഇങ്ങനോ? പതുക്കെ വിരി, അല്ല നീ നട്ടലിന്റെ കണക്ഷൻ വിട്ടു. അതുകൊണ്ടാ എന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യം ഇന്ന് സംഭവിച്ചു. നീ ഇപ്പൊ ഇന്ന് കുളിച്ചല്ലടാ? അതല്ലെന്ന് അമ്മാവൻ, ഞാൻ കാത്തിരുന്ന് എന്റെ കല്യാണം നടന്നെന്ന്. നീ എന്താണ് പാത്തിരുന്ന് കല്യാണം നടത്തിയത്? 4 പേര് അറിഞ്ഞ കല്യാണം കഴിക്കണ്ടായിരുന്നോ? നോക്കി ഇരുന്നിരുന്ന് എന്റെ കല്യാണം കഴിച്ചെന്ന്. ബാക്കിയുള്ള നിരങ്ങിയാണോ കല്യാണം കഴിക്കുന്നത്? അമ്മാവൻ, ഞാനൊരു കാര്യം അമ്മാവോട് ചോദിച്ചോട്ടെ. എന്താ? അമ്മ ആർച്ച കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ചുറ്റി വളഞ്ഞ സാധനം. എന്റെ അമ്മാവ, അത് ആർച്ച കുട്ടിയെ കണ്ടിട്ടുണ്ടോ? എടാ, അതിന്റെ സൈഡിൽ തന്നെ ഇരിപ്പുണ്ടായല്ലോ നേർച്ചപ്പെട്ടി. അമ്മാവൻ എന്റെ കല്യാണത്തിന് വന്നിട്ടില്ലല്ലേ? അന്ന് വാറല്ലായിരുന്നോ? യുദ്ധമായിരുന്നോ? യുദ്ധമല്ല, ഞാൻ അടിച്ചു വാറായിട്ട് കിടക്കുമല്ലോ. സദ്യ വിളമ്പിയ സമയത്ത് അമ്മാവനെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. എനിക്കറിയാടാ, നിന്റെ കൂടെ ഇന്ന് ഒരു ഉരുള ചോറ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ. അതെന്റെ ഇല എടുക്കാൻ ഒരുത്തിനും ഇല്ലായിരുന്നു അവിടെ. അമ്മാവനവൻ പറഞ്ഞു നടന്ന് ഇല എടുക്കുമല്ലോ. ഞാൻ പറഞ്ഞു വന്ന ഇലയെടുക്കാൻ ഞാൻ ബലിക്കാക്കല്ലേ എന്ന് പറഞ്ഞു. അമ്മാവൻ, ഞാൻ ഒരു കാര്യം പറയാം. ആർച്ചയുടെ അമ്മയുണ്ടല്ലോ, ഭയങ്കര വിഷയമാ. ഏത് വിഷയാ? കെമിസ്ട്രി. അപ്പൊ അവരുടെ ഭർത്താവോ? അയാൾ ഇട്ടു പോയില്ലേ? അപ്പൊ പുള്ളിയുടെ കെമിസ്ട്രി വർക്കൗട്ട് ആയില്ല. ആർച്ചയുടെ മുന്നിൽ ഇന്ന് അമ്മാവൻ ധൈര്യത്തോടെ സംസാരിക്കുവോ? എനിക്ക് ധൈര്യം ഉണ്ടോ? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യലോ. ഞാൻ അവരെ വിളിക്കട്ടെ. അവരെ വിളി, സമയം പോകുന്നു. ആർച്ചയുടെ അമ്മ. ശരി, കൂടെ സൗണ്ട് താത്ത് വിളി, എന്നാലും അവർക്ക് പഞ്ചിൽ കയറി വരാം. ആർച്ചയുടെ അമ്മ. ഇടാ, മുറുക്ക വിളിയാ. അത് തന്നെ. വരുന്നേ. കണ്ടോടാ, ഇത്ര ആഠ്യത്തുള്ള ഒരു തറവാടി പറഞ്ഞ അമ്മയോടാണോ നീ അനാവശ്യമൊക്കെ പറഞ്ഞത്? അവരെ മുഖത്തൊന്ന് നോക്കിയേ, എന്തൊക്കെ സൗന്ദര്യം നോക്കിയേ. ദേവിയല്ലേ വന്ന് നിൽക്കുന്നത്? അവരെ പറ്റിയാണോ നീ ഇങ്ങനത്തെ അനാവശ്യം സംസാരിച്ചത്? ഞാൻ സംസാരിക്കാം. ആരാ മനസ്സിലായില്ല? ഞാനും എന്റെ അമ്മാവൻ പൂവച്ചൽ ശശി. പൂ വെച്ചില്ലെങ്കിലോ? വെറും ശശി. ശശി പൂ വെച്ചാലും വെച്ചില്ലെങ്കിലും ത്രിസന്ധി നേരത്ത് ഞാൻ ആരോടും സംസാരിക്കാറില്ല. കണ്ടോടാ കണ്ടോടാ, അതാണ് തറവാട്ടി പറഞ്ഞ ആള്. കണ്ടാ? അതെ, ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. മോന്റെ ആർച്ചയുടെ അമ്മേ. അയ്യോ, മോനിതപ്പ വന്നു. ചിരിതരമായി. എന്റെ ഈ വീട്ടുമുറ്റത്ത് കാരണമാണ്. എടാ, നീ എന്ത് സർക്കസ് കാണിച്ചാലും എന്റെ മോള് എന്റെ കൂടെ വരുന്ന പരിപാടിയില്ല. ഇറങ്ങടാ. അമ്മ, ആ ഒരു കാര്യം പറയാം. എന്തോന്ന്? എനിക്കില്ല രണ്ടിലൊന്നും അറിയാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. രണ്ടിലൊന്നും അറിഞ്ഞാൽ നീ പോവാ. ഞാൻ പോകത്തുള്ളൂ. ഇത് 2, ഇത് 1. ഇറങ്ങടാ, ഇറങ്ങടാ. അയ്യമ്മ, അങ്ങനെ പോയ അങ്ങനെയാ? അത് ശരി. സെക്യൂരിറ്റിയും കൊണ്ട് എന്നെ വരട്ടാൻ വന്നേക്കുമല്ലേ നീ? സെക്യൂരിറ്റി വിളി. എന്നെ അല്ല, അമ്മാവനെയാ. എന്നാണോ? അപ്പൊ എന്നെ മനസ്സിലായില്ല. എനിക്ക് ആരെന്നറിയാം? നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും. അതാ ഞാൻ പറഞ്ഞ സെക്യൂരിറ്റി എന്ന്. അതല്ലല്ലോ, ഞാനിങ്ങനെ അറ്റൻഷനായിട്ട്. അപ്പൊ സർവേക്കല്ലേ? ഞാൻ റിട്ടയർഡ് മേജറാണ്. നീ മേജറാണോ മൈനർ ആണെങ്കിലും എന്റെ വീട്ടുമുറ്റത്ത് കിടന്ന് കറങ്ങിയ കുറ്റിച്ചൂല് ഞാൻ എടുക്കും. വിളിച്ചോണ്ടിറങ്ങ്. അതെ അതെ, ചുമ്മാ ഇങ്ങോട്ട് കയറി വന്നല്ല. പേരെന്നാന്ന് പറഞ്ഞേ? ഭവാനിയമ്മ. ഭവാനിയമ്മ, നടന്ന കാര്യം പറ. ഈ പിള്ളേരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പറ. പിള്ളേരുടെ ജീവിതത്തിലോ? എന്റെ ഒരു പൊന്നു കുഞ്ഞിന്, എന്റെ പൊന്നു മോളെ ഞാന് സിൽവറും ഗോൾഡും കൊടുത്താ കെട്ടിച്ചു കൊടുത്തത്. അതന്നെ സംഭവം. സിൽവർ പഞ്ചും ഗോൾഡൻ പഞ്ചും. അങ്ങനെ അങ്ങനെ 75,000 സ്വർണം, 1,00,000 രൂപ കൊടുത്ത് കെട്ടിച്ചു. എന്താ കുഴപ്പം? എന്താ? ആദ്യ രാത്രി എന്റെ പൊന്നുമോള് ഒരു 12:30 മണിയാ പെണ്ണീറ്റ് നോക്കിയപ്പോ ഇവനെ ബെഡ്റൂമിൽ കാണാനില്ല. അവളെവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? അവസാനം അടുക്കള വാതിൽ തുറന്നപ്പോ ഒരു സൗണ്ട്. അയ്യോ, എന്റെ മോള് നോക്കിയപ്പോ ഇവ അമ്മിക്കല്ലിട്ട് ഉരയ്ക്കുവാ. നീ കല്യാണം കഴിക്കേണ്ടവനല്ല. എന്റെ അമ്മാവ, എനിക്ക് കിട്ടിയ സ്വർണ്ണം ഞാൻ ഉറച്ചു നോക്കണ്ടേ? അതിനകത്തിലാണോ ബോധമുണ്ടോ? ഇല്ല, ഞാനെപ്പോ ഉറയ്ക്കണം. സ്വർണ്ണം ഉറച്ചു നോക്കിയ സ്വർണ്ണം. എന്നിട്ട് മുമ്പ് എന്റെ കുഞ്ഞിന് അസുഖം ഉണ്ടെന്ന്. അസുഖം കൊണ്ട് ഇല്ലെങ്കിൽ എനിക്ക് അത്ര സ്ഥിരത തരത്തില്ലല്ലോ. എന്റെ അമ്മാവ, ഞാൻ പറയട്ടെ, അന്ന് ആദ്യ രാത്രി ഞാനൊരു 10 മണിയായപ്പോ ഞാൻ, ആർച്ചക്കുട്ടി നീ ഉറങ്ങുവാണോ? ചേട്ടാ, ഞാൻ ഉറങ്ങുവാ. ഞാനൊരു 2 മണിയായപ്പം ചെന്നപ്പം ചോദിച്ചു, ആർച്ചക്കുട്ടി നീ ഉറങ്ങുവാ? ഇല്ല ചേട്ടാ, ഞാൻ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു. പിന്നെ നേരം വെളുത്തിൽ 6 മണിയായപ്പം ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആർച്ചക്കുട്ടി നീ ഉറങ്ങുവാ? ചേട്ടാ, ഞാൻ ഉറങ്ങുമല്ലെന്ന്. അപ്പൊ അതിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമില്ലേ? എന്താ പ്രശ്നം? അവക്ക് ഉറക്കമില്ലാഴികയാണ് അവിടെ അസുഖം. എടാ, ട്യൂബ് ലൈറ്റിൽ ഉണ്ടായവനെ അവക്കല്ലാതെ ഉറക്കമില്ലാത്ത നിനക്കാണ് ഉറക്കമില്ലെന്ന അസുഖം. ഉറക്കഗുളി കഴിച്ചിട്ട് ഉറങ്ങടാ. ഭവാനിയമ്മേ. എന്താ ഭവാനിയമ്മയ്ക്ക്? നിങ്ങളെ മകളെ ഇവന്റെ കൂടെ പറഞ്ഞു വിട്ടാൽ രണ്ടുണ്ട് കാര്യം.
കാര്യം രണ്ടുണ്ടെങ്കിൽ കാര്യം അല്ല ഞങ്ങളുടെ തറവാട്ടിൽ പാരമ്പര്യമായിട്ട് ഒരു കട്ടിലുണ്ട്. ഏത് തടി? അത് ആഞ്ഞിരി. എത്ര വർഷം പഴക്കം വരും? അതൊരു 80 വർഷത്തെ പഴക്കം വരും. കൊടുക്കുന്നുണ്ടോ? ഞാൻ കട്ടിൽ വിൽക്കാൻ വേണ്ടി ഈ പഴയ ഉരുപ്പടികളൊക്കെ മാറ്റി സൂക്ഷിക്കുന്ന പ്രകൃതി എനിക്കുണ്ട്. എനിക്കും പഴയ സാധനത്തോടെ താല്പര്യം. അപ്പോൾ ഈ കട്ടിലിൽ എന്താ പ്രത്യേകത? എന്തോ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിച്ച് വരുന്നവര് ഈ കട്ടിലിൽ ശാന്തി മുഹൂർത്തം ആഘോഷിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകും, ഓജസ് ഉണ്ടാകും, തേജസ് ഉണ്ടാകും. ഇതേപോലെ അല്ല ഇവന്റെ സമയത്ത് പലക ഇളകി കിടക്കൂല. അമ്മാവ ചെരുവായിട്ട് ആ കട്ടിലേലാണോ കിടക്കുന്നത്? എന്നിട്ടെല്ലാം അമ്മാവിന് പിള്ളേരുണ്ടാകത്തെ? ഒറ്റയ്ക്ക് കട്ടിലെ കിടന്ന് മക്കളെ സൃഷ്ടിക്കാൻ ഞാൻ മാജിക്കാരനല്ല. അതെ, നിങ്ങൾ എങ്ങനെ എന്ത് വേലത്തരം കാണിച്ചാലും എന്റെ മോളെ ഞാൻ അവന്റെ കൂടെ വിടത്തില്ല. അതെ, അവൻ എന്ത് തെറ്റ് ചെയ്യുന്നു പറയൂ. എന്ത് തെറ്റ് ചെയ്യണമെന്നോ? ആ നിക്കണം പറയുന്നുണ്ടോ? അതാ മരം അത് തേക്ക് മാഞ്ചുവാണോ? ഇല്ല, മൗഞ്ചിയം. ഇയാള് പറയുന്ന ഇയാള് എന്റെ മൂത്ത മോനെ പ്രസവിച്ച് എന്റെ ഒക്കത്ത് വെച്ച് എന്റെ കെട്ടിയോ നട്ട മരവാ അത്. ആ മരവും നട്ടിട്ട് അങ്ങനെ ഒരു പോക്ക് പോയി എന്നെ കളഞ്ഞിട്ട്. അതെ, ഈ ഭവാനിയമ്മ മക്കളാ? 3 മക്കളാ. അപ്പൊ പിന്നെ ബാക്കി നിൽക്കുന്ന മരങ്ങളൊക്കെയോ? ഞാൻ നട്ടാ കിളിക്കത്തില്ലേ? അങ്ങനെ സംശയം ചോദിക്കാൻ വന്നേക്കുന്നു. അല്ല ഇവന് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ ബന്ധം ഒന്ന് കൂടാ വീട് വിടത്തില്ല. എന്താ കാര്യം? ഇവന്റെ ദുശീലം. എന്ത് ദുശീലം? ദുശീലൊന്നും കതൽ മണ്ഡപത്തിൽ ഇരിക്കുന്നു. അപ്പോഴേ എന്റെ വല്യണ്ണ ഒരാളുണ്ടേ, പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, എടാ നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവാണ്, മദ്യപിച്ചവരെല്ലാം പുറത്തോട്ട് പോകാൻ പറഞ്ഞു. കാരണവന്മാരത് പറയുമല്ലോ. ഞാൻ എന്റെ അണ്ണൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തോട്ട് പോയില്ല, മദ്യപാനികൾക്ക് നാണക്കേടല്ലേ, സ്വന്തം തള്ളയായി പോയില്ലേ. ഞാൻ നോക്കിയപ്പം മേയറെ ഇവ ഇറങ്ങി പോണ്. മേജർ ആരും വായിക്കട്ട്, ഇവൻ ഇറങ്ങി പോണ്. പോയി മണ്ഡപത്തിന്റെ പുറത്ത് ഇങ്ങനെ ചാരി നിൽക്കുക. എന്തിനാണ് അവിടെ പോയി ചാരി നിന്നത്? അമ്മ ഞാൻ ഫോൺ ചെയ്യാൻ പോയ. അവന് ഒരുപാട് കൂട്ടുകാരുണ്ട്, ഫോൺ ചെയ്യാൻ വേണ്ടി ഫോൺ ചെയ്യേണ്ടി വരും. ഓക്കെ, സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് തിരുമേനി അല്പം തീർത്ഥവിന്റെ കയ്യിൽ ഒഴിച്ചു കൊടുത്തു. അതും കുടിച്ചിട്ട് ചന്ദനത്തെ തൊട്ട് ഒറ്റ കുടിയന്മാർക്ക് നാണക്കേട് ഉണ്ടാക്കില്ലേ? ചന്ദ്രൻ ടച്ചിങ് ചാക്കിയത്. എന്റെ അമ്മാവ ആ കല്യാണ സമയത്തല്ലോ വെന്തുരുകി വേർത്ത് നിൽക്കുമായിരുന്നു. ഉള്ളൊന്ന് തണുത്തോട്ടെന്ന് കരുതി ചന്ദനം വാരി തിന്നാ. ഉള്ളൊന്ന് തണുക്കാൻ വേണ്ടി അവൻ ചെയ്ത പരിപാടി. അവന്റെ ഉള്ളു തണുക്കാൻ വേണ്ടി അതും പൊട്ടും. അവസാനം ഞാൻ പൊക്കിയവന്. എങ്ങനെ പൊക്കി? എന്റെ മോളുടെ തിരുനെറ്റിയിൽ ഇത്തിരി സിന്ദൂരം ചേർത്താൻ പറഞ്ഞപ്പോ നോക്ക്, ഇവൻ 2 വിരലയിൽ സിന്ദൂരം എടുത്തിട്ടേ ഒരു കൊടയരിച്ചിനെ പറഞ്ഞിട്ട് വേണ്ട. കുറച്ചു കഴിഞ്ഞപ്പോ എന്റെ മേയറെ എന്റെ മോളെടുത്തൊരു പനന്തത്ത ചുണ്ടക്ക ചുവന്നിങ്ങനെ ഇവന് എന്റെ മോളെ കൊടുക്കണോ? നിങ്ങൾ ഈ അവസാനം പറഞ്ഞ സംഭവം എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിട്ട് സാധനമൊന്നുമല്ല. കാര്യം അതായത് ഇവൻ ഈ പുറത്തു പോയി കൂട്ടുകാരെ ഒത്ത് മദ്യപിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് കിട്ടുന്ന സ്വന്തം കോട്ടയിൽ നിന്ന് ഞാൻ ഇവന് മദ്യം കൊടുക്കുമായിരുന്നു. അത് ശരി. മാത്രമല്ല ഞാൻ ഡെറാഡൂണിലായിരുന്നപ്പോൾ അവിടെ ഭയങ്കര തണുപ്പല്ലേ. ഞാൻ നോക്കുമ്പോ ഈ ചെറുക്കൻ നിന്ന് വിറക്കുന്നു. ഞാനൊരു എന്താണ് വിറക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു തണുപ്പ് കൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഒരു ബൈക്ക് സിഗരറ്റ് വാങ്ങിച്ചു കൊടുത്തു. കേട്ടോ, അതാണ് സംഭവം. അതുകൊണ്ട് കൂട്ടുകെട്ടുകളൊക്കെ കിട്ടുമില്ല, ഒരു കൂട്ടുകെട്ടുമില്ല. ഇറങ്ങ് എന്നോട് ഇറങ്ങാൻ ഞങ്ങൾ കാര്യങ്ങൾ. നീ അവിടെ നില്ലേ, ഇയാൾ ഇറങ്ങ്. ഒന്നും അറിയാത്തൊരു പെഞ്ച് പൈതലിന് ഇങ്ങനെ നശിപ്പിച്ചിട്ട് ഇവിടെ വീരവാദം അടിക്കുന്നു. ഇറങ്ങ്. അല്ല ഞാൻ കൊച്ചു നിലവിളക്കിന് കുത്തിയ കേസില്ല. ഇറങ്ങ്. കുളസിത്തറ പൊട്ടിച്ച് നെഞ്ചിലടിക്കുന്ന. ഇറങ്ങ്. മേയറെ അവനെ വിളിച്ചോണ്ട് ഇറങ്ങ്. എനിക്ക് ഒരു കാര്യം പറയട്ടെ. എന്തുവാ? നിങ്ങളെ മോളെ ഇവന്റെ കൂടെ വിട്ടാൽ ഇവൻ പൊന്നു പോലെ നോക്കും. ഇവൻ പൊന്നു പോലെ നോക്കുന്നത് എന്താണ് ഉറപ്പ്? ഉറപ്പെന്താണ്? നിങ്ങൾ ആ കോട്ടയത്തും കൊല്ലത്തും വന്ന് അന്വേഷിച്ചു നോക്കും. ഞാൻ കോട്ടയത്തും കൊല്ലത്തും എന്തിനു വന്ന് അന്വേഷിക്കണം? അവന്റെ ആദ്യ ഭാര്യ കോട്ടയത്തും 2ാമത്തെ ഭാര്യ കൊല്ലത്തുവാ. അപ്പൊ അവര് പറയും നിങ്ങളെ മോളെ പൊന്നു പോലെ നോക്കുവോ ഇല്ലയോ എന്ന്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.